ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഹക്കീം പന്തലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നലെ മക്കയിൽ നടന്ന UDF സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവർ അലി സിയാബ് തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. സാഫി പറമ്പിൽ MP മുഖ്യപ്രഭാഷണം നടത്തി. MLA അസ്രഫ് സാഹിബ് സംസാരിച്ചു. മക്ക KMCC ജനറൽ സെക്രട്ടറി മുജീബ് കോട്ടൂർ സ്വാഗതം പറഞ്ഞു. മക്ക OICC പ്രസിഡന്റ് നൗഷാദ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവരുടെ നമ്മുടെയൊക്കെ ഏറെ ആവേശം യുവാക്കളുടെ ഏത് രീതിയിൽ വർണ്ണിക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എല്ലാവരുടെയും ഇഷ്ടവാചനമായ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പ്രസിഡന്റ് നൗഷാദ് സാഹിബിനെ ഈ മഹത്തായ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഷെയ്ഖ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ യുവാക്കളുടെ ആവേശം, സത്യത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പറഞ്ഞ മുജീബൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഷാഫിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ അന്ന് മുതൽ എല്ലാവരുടെ ഇടയിലും നല്ലൊരു ആവേശത്തോടു കൂടിയാണ് ഞാൻ ഇന്നലെയും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അതിന് ഇന്ന് അദ്ദേഹം തന്നെ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ പരിപാടിക്ക് 1 മണിക്കൂർ മുന്നേ തന്നെ അതേ സദസ്സിലെത്തി എല്ലാവരോടും ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഈ പരിപാടി സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന പ്രവർത്തിച്ച മഞ്ചേശ്വരത്തിൻ്റെ പ്രിയങ്കരനായ MLA AK മഷ്റഫ്, മുഹമ്മദ് മേരി അറിയിച്ചിട്ടുള്ള നമ്മെ സ്വാഗതം ചെയ്ത KMCCയുടെ ജനറൽ സെക്രട്ടറി മുജീബ് കോട്ടൂർ, OICCയുടെ ജിദ്ദ റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹക്കീം പാറക്കൽ, നാഷണൽ സെക്രട്ടേറിയറ്റ് മെമ്പർ KMCC ഹാരിസ് തിരുവള്ളൂർ, OICCയുടെ മക്ക ജനറൽ സെക്രട്ടറി യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി. ആ മുന്നണി കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ എല്ലാം നാന്ദി കുറിച്ചതും UDF ആണ് എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കേരളത്തിലെ എല്ലാ വികസനവും K കരുണാകരൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നീട് ആഗ്രഹിക്കുന്നത്. അവർക്ക് ചില പ്രയാസങ്ങളുണ്ട്, ഫീസടക്കാനൊക്കെ പ്രയാസങ്ങളുണ്ട്. തങ്ങൾ ഏതെങ്കിലും ചാരിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ NGO നിന്നോ എന്തെങ്കിലും സഹായം ലഭ്യമാക്കാൻ സാധിക്കുന്നത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് ഉമ്മൻചാണ്ടി സാർ ആദ്യമായിട്ടാണ് ഒരു കാര്യം എന്നോട് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരാൾ വിളിച്ച് അത് പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമാണ്. അവരിങ്ങനെ പാണക്കാട് വന്നു. അവരെത്രത്തോളം നന്ദി സൂചകമായാണ് ഉമ്മൻചാണ്ടി സാറിനെ ഓർത്തുകൊണ്ടാണ് അത് അവരിങ്ങോട്ട് വന്നത്. ആ ഒരു നന്ദി സൂചിപ്പിക്കാൻ അവർ വന്നത്. അപ്പോൾ അദ്ദേഹം എത്രത്തോളം ജനങ്ങളുടെ ഹൃദയം കവർന്നു. കേരളം മുഴുവനും ഇത്തരത്തിലുള്ള ഒരു ചിലരുടെ മരണം, ഇത്രയധികം വേദന ഉണ്ടാക്കിയ മരണം അപൂർവമാണ്. തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെയുള്ള അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനാവലിയായിരുന്നത്. അത് രാഷ്ട്രീയത്തെക്കാൾ അധികാര രാഷ്ട്രീയം എന്നത് അത് ഒരു നമ്മുടെ ഭരണം എങ്ങനെ നിർവഹിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒരു എമ്പത്തറ്റിക്കലായിക്കൊണ്ട് ജനങ്ങളുടെ വികാരവും പ്രയാസവും മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ജനങ്ങളെ ഹൃദയം കീഴടക്കുന്നത്. നമ്മുടെ അഷ്റഫ് ഇവിടെയുള്ള MLA, അദ്ദേഹം ശിരൂരിൽ നമ്മുടെ അർജുനിൽ ഒരു അപകടത്തിൽപ്പെട്ട് അവിടെ. അപ്പം അങ്ങനെ മനുഷ്യത്വവും നമ്മുടെ രാഷ്ട്രീയം അത് മനുഷ്യത്വമായി മാറുമ്പോഴാണ് നമുക്ക് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഷാഫിയും അതുപോലെ മനുഷ്യത്വം ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കുന്നുമറകളൊക്കെ പോലെ സാധാരണക്കാർക്ക് വേണ്ടി വീഡിയോ വരെ ഇടാൻ അദ്ദേഹം സന്നദ്ധനാവുന്നുള്ളത്. അതാണ് അത് മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ മനുഷ്യത്തിൻ്റെ രാഷ്ട്രീയം പഠിപ്പിച്ച ഒരു സംവിധാനമാണ് UDF. നമ്മുടെ പിതാവ് ശ്രീ മുഹമ്മദ് ശിഹാബ് തങ്ങളും UDFിൻ്റെ സംവിധാന നേതാവായിരുന്നു. അദ്ദേഹം കാണിച്ചത് ആ പാതയിൽ തന്നെയാണ്. ജനങ്ങളുടെ വേദന അകറ്റാൻ നമുക്ക് കഴിയാൻ സാധിക്കുമോ അത് ഇതിൻ്റെ ഈ ഒരു നല്ല സംഗമത്തിൽ അത്രമാണ് ഓർക്കുകയും ഇനി വരാൻ പോകുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ അതൊക്കെ ഊർജ്ജമായി ഇവിടെ ഒരു ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും വലിയ ഇലക്ഷൻ കേരളത്തിൽ കഴിഞ്ഞു. ഒരു
ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും നല്ല വിജയം നമുക്ക് നിയമിക്കാൻ സാധിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഫാഷിസ്റ്റ് ശക്തികൾ ഏത് വിജയം കയറിക്കൂടാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പോരാട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ വിജയമാണ്. അപ്പോൾ ആ രീതിയിലുള്ള മതേതര ബോധത്തോടു കൂടി സംഘപരിവാർ ശക്തികളോട് അക്രമ രാഷ്ട്രീയത്തോടും സന്ധിയില്ലാതെ നമുക്ക് പോരാടാൻ നമുക്ക് സാധിക്കണം. ഇനിയും എല്ലാ രീതിയിലും നമുക്ക് ഈ ഇവിടെ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഈ ഒരു സമയത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഈ പരിപാടിക്ക് നമ്മളുണ്ട്. മുഖ്യമന്ത്രി മക്കയുടെ സ്നേഹം പങ്കുവെക്കുകയാണ്. തങ്ങളിവിടെ സൂചിപ്പിക്കുന്നതായി തങ്ങളുടെ ലൈഫ് കുറഞ്ഞു പോയിരുന്നു. വിനയാന്വിതനായിട്ടാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. മലയാളക്കരയിലെ ഓരോ മനുഷ്യനെയും മനസ്സിൽ കൂടും. ഈ സംഗമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എൻ്റെ ലീഡർ പാണക്കാട് ശ്രീ മുഹമ്മദ് നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എംപിയുടെ പ്രസംഗത്തിന് വേണ്ടി ആണെന്ന് നമ്മളെന്താണ് ബഹുമാന തങ്ങളും ഷാഫി പറമ്പിലും ഒന്നിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുമായി ഒരു 4-5 ദിവസം മക്കയും മദീനയിലേക്കുള്ള ഉംറ നിർവഹിക്കാൻ വന്നപ്പോൾ രണ്ടുപേരും ഒന്ന് തങ്ങളെ കൂടെ ഒരു 5 വർഷം മുസ്ലിം വിദ്യാർത്ഥി പ്രദർശനം നിന്ന് മുസ്ലിം യൂത്ത് ലീഗിലേക്ക് വന്നപ്പോൾ പാണക്കാട് സൈനിക മുനവ്വറിലെ ഷിഹാബിന്റെ കൂടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആ ലീഡർഷിപ്പിന്റെ മനോഹാരിത അനുഭവിച്ച ഒരാളാണ് ഞാൻ. കേരളത്തിന്റെ സമര പോരാട്ടത്തിൽ ഡോക്ടർ കെ മുനീസ് പ്രസംഗത്തിന്റെ ലിസ്റ്റ് വരുമ്പോൾ ഷാഫി പറമ്പിലിന്റെ പ്രസംഗമുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പുതിയ എംഎൽഎമാര് ആ സമയം സഭയിൽ നിന്ന് പുറത്തു പോകാതെ ഇരിക്കും. സത്യത്തിലും ഷാഫിയെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ വന്നെങ്കിലും ഷാഫിയുടെ ആസ്ഥാനത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജനറൽ സെക്രട്ടറിയായി, പാലക്കാട് ജില്ലയിൽ KSUവിന്റെ പ്രസിഡന്റായി, അതിനെല്ലാം ശേഷം കേരളക്കരയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമാരാധ്യനായ അധ്യക്ഷനായി, പാലക്കാട് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലം UDFന്റെ കയ്യിലേക്ക് നൽകി. അതിനുശേഷം UDFന്റെ ഒരു നിയോഗം വന്നപ്പോ ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്ത മണ്ഡലമാണ് എന്ന് കരുതിയിരുന്ന വടകരയിൽ നിന്ന് ആ വടകരയെ പിടിച്ചു കുലുക്കി MP ആയി മാറി നമ്മുടെ കേരളത്തിന്റെ യുവതിയുടെ പ്രതീക്ഷയായിട്ടുള്ള, യൂത്ത് ഐക്കണായിട്ടുള്ള, സെൽഫി ഐക്കണായിട്ടുള്ള പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP-യെ വളരെ സ്നേഹാദരങ്ങളോടുകൂടെ UDF നിങ്ങൾ നേരെ എന്റെ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കുക. നമ്മൾ തമ്മിൽ ഒരു ഉമ്മ ഒരുമിച്ച് ചെയ്യുന്ന ആളോ നിങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം, അത് തങ്ങളുടെ കൂടെ ഒരു ഉമ്മ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്ന ആളോ മറക്കാനാവാത്ത. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഈ OICC-ക്കാർക്കും KMCC-ക്കാർക്കും പ്രത്യേകം നന്ദി ഉണ്ടാക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ പലരും ഉറങ്ങാതിരുന്ന രാവുകളുടെ അധ്വാനത്തിന്റെ പുറത്താണ് ഞങ്ങളുടെയൊക്കെ പേരിനൊപ്പമുള്ള പദവികൾ എന്നുള്ള നല്ല ഓർമ്മയിൽ തന്നെയാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്. തങ്ങൾക്ക് ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു. അറിയാം അവിടെ പാണക്കാട്ടെ തറവാട്ടിലെ ഇന്നലത്തെ തിരക്കെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പിന്നെ ആകെയുള്ള ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഞാൻ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഉമ്മ ചെയ്യാനൊരു അവസരത്തിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തിൽ തങ്ങളും കൂടെ അവിടെ വരുമ്പോൾ തങ്ങളെ കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് പുറപ്പെടുന്നതോടെ എത്തുന്ന സമയം 11:30. പക്ഷെ എപ്പോഴും എത്താന്ന് ഉറപ്പില്ല. എന്നാലും അവിടുന്ന് തന്നെ ഏറാൻ പറ്റി. എയർപോർട്ടിൽ ഏറാൻ വേഷത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തു. ആ 11:30 മണിക്ക് അവിടുന്ന് യാത്ര ചെയ്തപ്പോൾ വന്ന് ഇറങ്ങിയിട്ട് ഒരു പോലെ കണ്ണടക്കാതെ ഞങ്ങൾക്ക് ക്ഷീണമുണ്ടോ, ഞങ്ങൾക്ക് പ്രയാസമുണ്ടോ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പുലർച്ചെ സുബഹിക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ചെയ്യാം, എന്താണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കൂടെ വന്ന്
ഞങ്ങൾ വഴിയിൽ വന്ന് ഇറങ്ങാൻ കിട്ടുമ്പോൾ അതിലൂടെ ഞങ്ങളവിടെ വന്നു. അവിടെ നിന്ന് പ്രാർത്ഥനകളോടെ സംഗമം തന്നെയാണ് എല്ലാ കാര്യത്തിലും സംശയമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ മനസ്സ് പരസ്പരം കൈമാറി ഐക്യത്തിന്റെ ഇഴയെടുപ്പങ്ങൾ ഉറപ്പുവരുത്തി നാട്ടിലെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വലിയ പോരാട്ടത്തിന് കരുത്തു പകർന്നു. ഇവിടെ നിങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിലും ലഭ്യമാകുന്ന ഒരു പ്രവൃത്തി ദിവസമാണ് ഈ ഹാളിങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത്. നാളെ നമ്മളെ കാത്തിരിക്കുന്നതും ഒരു പ്രവൃത്തി ദിവസമാണ്. ഞാൻ വടകരയിൽ സാധാരണ പരിപാടിക്ക് നേരം വൈകി വന്നതിന് നിരന്തരം ക്ഷമ ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വടകരയിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ബോധപൂർവ്വമല്ല, ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ആളുകൾ തരുന്ന സ്നേഹം അത് കണ്ട് ചിലപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതും തെരഞ്ഞെടുപ്പിന്റെ സമയം തൊട്ട് ഇപ്പോൾ നിങ്ങൾ കയറി വരുന്ന ദിവസം വരെ ഈ പറയുന്ന മണിക്കൂറുകൾ വൈകിയാണ് പലപ്പോഴും പരിപാടിക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് നേരത്തെ വന്നതിന് ക്ഷമ ചോദിക്കാനുള്ള അവസരം. ഞാൻ തങ്ങളോട് തന്നെ തങ്ങളെ നമുക്ക് മക്കത്ത് പരിപാടി ഉണ്ടപ്പോ 5 മണി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു 6 മണിക്ക് നമുക്ക് തുടങ്ങിയാൽ തന്നെ എനിക്ക് 7:20 ട്രെയിനിൽ പോവാൻ പറ്റപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞത് സാധാരണ അവർ സ്വാഗതം പറയാതെ രാത്രി 1 മണിക്കാണ് വരയിലേക്കുള്ള ഫ്ലൈറ്റ്. സാധാരണ ഫ്ലൈറ്റ് നേരം വൈകിയെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരാറ്. നാളെ 8 മണിക്കാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. പിന്നീട് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നു, സോറി അല്ലേ 6 മണിക്കാണ് പോകണം, അതുകൊണ്ട് 4 മണിക്കാണ് എത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഇനി 9 മണി ട്രെയിൻ പിടിച്ച് 11:30 അവിടെ എത്തിയാലും അവിടെ സിയാറത്ത് ഉൾപ്പെടെ നടത്തി വരുമ്പോഴത്തേക്ക് എന്തായാലും 1 മണി 2 മണിയാവും. പിന്നെ ഇനി ഉറങ്ങിയിട്ടൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കേണ്ട, നേരെ എയർപോർട്ടിൽ പോയാൽ മതി. 4 മണിയാകുമ്പോഴത്തേക്ക് അവിടെ റിപ്പോർട്ട് ചെയ്താൽ 6 മണിക്ക് അവയിലെത്താം. 6 മണിക്ക് അവയിൽ ഫ്ലൈറ്റിൽ കയറാം. അത് അവിടെ എത്തി അവിടെ സ്കൂളിൽ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ റിയാദ് ഫ്ലൈറ്റ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അവിടെ റിയാദിൽ കൊയിലാണ്ടി കൂട്ടത്തിന്റെ പരിപാടിക്കും പോകാം. അപ്പൊ അതും കുറച്ച് നേരത്തെ ആയിരിക്കുക. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇച്ചിരി പ്രയാസപ്പെടുത്തിയിട്ട് കുറച്ച് നേരത്തെ തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വന്നു നിങ്ങളിങ്ങനെ പുഷ് ചെയ്തതും പിന്നെ ഇനി കുറച്ചും കൂടെ ആൾക്കാർ വരാനൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും പക്ഷെ ഇതെല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തേണ്ടി വന്നത്. എന്തായാലും അതിനെല്ലാം അതിജീവിച്ചിട്ട് അല്ലെ, അതിനെല്ലാം അതിജീവിച്ചിട്ട് ഒരു പ്രവൃത്തി ദിവസം പിന്നെ ഇങ്ങനെ ഒരു സംഗമം പ്രിയപ്പെട്ട മുജീബ് ഖാൻ നൗഷാദിലേക്ക് നേതൃത്വത്തിൽ നിങ്ങൾ ഇങ്ങനെ മനോഹരമായ ഒരു സംഗമം ഒരുക്കിയത് നാട്ടിലെ സാധാരണ UDF പ്രവർത്തകരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് രേഖപ്പെടുത്താൻ. എനിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു സഹപ്രവർത്തകനും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഭാഷ മനസ്സിലാവില്ല. ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് നിയമസഭയിൽ അതിൽ അടിപൊളി അടിക്കുകയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ ഞങ്ങൾക്ക് അറിയാം എന്തോ മറ്റോമാർക്ക് കൊള്ളാനുള്ള വർത്താനമാണ് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെയോ പാവപ്പെട്ടവന്റെയോ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ആരാരും ശബ്ദമുയർത്താനില്ലാത്തവരുടെ ഒരു കാര്യം പറയാൻ ഈ MLA എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്റെ ആകെ ഒരു പരാതി, അദ്ദേഹത്തെ എന്നെ ഒരുപോലെ ചെറുപ്പക്കാരൻ എന്ന് വിളിച്ചിട്ട് അടുത്ത മാസം 60 വയസ്സാവാണ്. എന്നെ കൂടെ ചെറുപ്പക്കാരൻ 30 വയസ്സുള്ള എന്നെ വിളിച്ചിട്ട് അയാളെ കൂടെ ചെറുപ്പക്കാരൻ വിളിച്ചിട്ടുണ്ടാക്കുന്നു. മൂപ്പരത് ആസ്വദിച്ച് കൈയടിക്കുന്നുണ്ട്. ഞാൻ ഇവനൊക്കെ തമ്മിൽ ഏതാനും ദിവസത്തിന്റെ വ്യത്യാസമുള്ളൂ എന്നുള്ള മട്ടിലാണ് മൂപ്പര് അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ രസകരമായ റീജിയണൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുണ്ടായിരുന്നു. KMCC അവിടുത്തെ ഇന്നലത്തെ മീറ്റിംഗിൽ OICC പരിപാടിക്ക് ഇന്നലെ KMCC നമ്മുടെ അല്ലെ ജിദ്ദാവിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ഇടത്തിന്റെ ഒരു മനോഹാരിത അത് മക്കയിൽ ഈ സംഗമത്തിനുണ്ട്. ആ ഒരു അനുഭവം അതോടൊപ്പം തന്നെ ബഹുമാനരായ സഹോദരിമാരും ആ നന്ദി അറിയിക്കുമ്പോൾ തന്നെ ഇവിടെ വന്ന ശേഷം ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതും ആളുകൾ ഇന്നലെ കണ്ടു പറഞ്ഞതും ഇന്ന് കണ്ടു പറഞ്ഞതും ഇന്ന് കാലത്ത് CG-യുമായിട്ടുള്ള മീറ്റിംഗിൽ നമ്മൾ ചർച്ചയാക്കിയതുമായിട്ടുള്ള വിഷയം ഇവിടുത്തെ അനേകായിരം നമ്മുടെ കുടുംബങ്ങൾക്കും ആ കുടുംബങ്ങൾക്കും മക്കളുടെ വിദ്യാഭ്യാസം ഒരു വലിയ പ്രശ്നമായി മാറുന്നു എന്നുള്ളത് പലതവണ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പം ഞാൻ തന്നെ ആലോചിക്കായിരുന്നു, ഞാൻ ഇന്നലെ അവിടെ ഇറങ്ങി അവിടുന്ന് ജിദ്ദയിൽ വന്നു. ജിദ്ദയിലെത്തി, എയർപോർട്ടിൽ ഇറങ്ങി ജിദ്ദയിലെത്തി. ജിദ്ദയിൽ നിന്ന് നേരെ ഞങ്ങൾ മക്കത്തേക്ക് വന്നു. മക്കത്ത് ഇന്നലെ വൈകുന്നേരം പിന്നെ തിരിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ തന്നെ പോയി. പിന്നെ ഉംറയ്ക്ക് വേണ്ടി ഇന്നലെ ഇങ്ങോട്ട് തന്നെ വന്നു. ഉംറ കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് മുമ്പിലെത്തി കുളിച്ചു മാറ്റി പിന്നെയും ജിദ്ദയിൽ തന്നെ പോയി. പിന്നെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വന്നു.
അപ്പം ഇങ്ങനെ ഒരു ദിവസത്തെ ഒരു 4 ട്രിപ്പ് അങ്ങോട്ടേക്കും അടിക്കുമ്പോഴത്തേക്കും ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഈ പുലർച്ചെ 4:30 മണിക്ക് എഴുന്നേറ്റ് വൈകുന്നേരം 4 മണി വരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പോയി വരുന്ന കുട്ടികളുടെ വേദനയും അവരെ ഒരുക്കുന്ന രക്ഷിതാക്കളുടെ മാനസിക ബുദ്ധിമുട്ടും അതിൻ്റെ ഫിസിക്കൽ മെന്റൽ പ്രശ്നം തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നത് ആ പ്രശ്ന പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ ഇടപെടലും പരിശ്രമവും ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇപ്പം ഇതിൻ്റെ അവസാന വാക്കായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇടപെടൽ തീരുമാനിച്ച നാളെ രാവിലെ തന്നെ വന്നിട്ടൊന്നുമല്ല. പക്ഷെ OICCയുടെയും KMCCയുടെ ഒക്കെ നേതാക്കന്മാർ അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് എത്രത്തോളം വലിയ നെസസിറ്റി ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇന്നിപ്പം കൗൺസിൽ ജനറലുമായിട്ട് സംസാരിച്ച സമയത്ത് CGയുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം എത്ര മക്കളാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉപയോഗിച്ച വാക്കെന്താണ്, ഒരു ക്രിട്ടിക്കൽ മാസ്, അത്രയും പേരുടെ സ്കൂള് തുടങ്ങാനുള്ള ആളുകളുടെ എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തങ്ങൾ ഇവിടുത്തെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഇന്ന് തന്ന നിവേദനത്തിൽ തന്നെ 9 ആശുപത്രികളിലായി അവിടുത്തെ ജീവനക്കാരുടെ 500-ലധികം കുട്ടികളുടെ ഡീറ്റെയിൽ, ഞങ്ങളുടെ 2 മക്കൾ, ഞങ്ങളുടെ 1 മക്കൾ, ഞങ്ങൾ എന്ന് പറഞ്ഞ ഡീറ്റെയിലിന്റെ ഫയൽ എന്തായാലും ഞാൻ പറഞ്ഞു, ഇത്രയും ഒരു കമ്മ്യൂണിറ്റി മാത്രം, നഴ്സിംഗ് കമ്മ്യൂണിറ്റി മാത്രം വെച്ച നിവേദനത്തിന്റെ ഇടയ്ക്ക് ഇത്രയും കുട്ടികളുടെ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട്. അപ്പം ഇത് ഒരു എംബസിയോടുകൂടി, ഒരു ഇന്ത്യൻ സ്കൂൾ ഒരു എംബസിയോടുകൂടി ഈ അടുത്ത മേഖലയിൽ അദ്ദേഹം അതിന്റെ ഒരു ഡിസിഷൻ മേക്കർ അല്ല, ബട്ട് അതിന്റെ ഫോളോ അപ്പിൽ നമുക്ക് അനുകൂലമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ഐ ബി മോർ ദാൻ ഹാപ്പി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ കാര്യത്തിലെ തുടർ നടപടികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് തന്നെ കമ്മ്യൂണിറ്റി തന്നെ ലീഡർഷിപ്പ്, അദ്ദേഹം പറഞ്ഞതാണ് എംബസി നേരിട്ട് വന്നിട്ട് അങ്ങനെ സ്കൂൾ തുടങ്ങാന്നുള്ളതല്ല, കമ്മ്യൂണിറ്റി അത് തുടങ്ങുമ്പോൾ അതിന് വേണ്ട പെർമിഷനും കാര്യങ്ങളും നൽകിയത് കമ്മ്യൂണിറ്റി സ്കൂളായി ഒരു സെൽഫ് സഫീഷ്യന്റ് മോഡലായി അത് പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരണം എന്നുള്ളത്. അല്ലാണ്ട് 4:45 എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞാൽ തന്നെ സ്കൂളിൽ എന്തിനു വേണ്ടിയാണെങ്കിലും ഞാൻ ഇപ്പം നാളെ രാവിലെ 4 മണിക്ക് എയർപോർട്ട് എത്തണ്ടേന്ന് ആലോചിച്ചിട്ട് എത്ര നേരം ഇവിടെ ഇരിക്കുന്നു ആലോചിക്കുമ്പോൾ സ്കൂളിലൊരു കാര്യമില്ല. അപ്പോൾ സ്കൂളിലേക്കൊക്കെ എല്ലാ ദിവസവും കുട്ടികൾ അത്രയും ദൂരം പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് എന്തോരം ഒരു സ്ട്രെസ്ഫുള്ളായിരിക്കും രക്ഷിതാക്കൾക്ക് അവരെ ഒരുക്കുന്ന കാര്യത്തിൽ. ഇനി അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ പോണ്ടി വരുന്ന കാര്യത്തിലൊക്കെ അത് സീരിയസ് കൺസേൺ ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫോളോ അപ്പ് ഉണ്ടാവാം. പിന്നെ ഒത്തിരി പരാതികൾ ചെറുതും വലുതുമായിട്ടുള്ള വ്യക്തിപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ സഹായങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഏജൻസികളുടെ ഇപ്പം കൗൺസിൽ ജനറൽ ഒപ്പിട്ട് നേരിട്ട് ഏൽപ്പിച്ചാൽ ആരെങ്കിലും ഒരു ലീഗൽ ഏജൻസി ഇതിന് സപ്പോർട്ട് കൊടുക്കാൻ പോലും കഴിയുള്ളൂ എന്നുള്ള പ്രയാസം അദ്ദേഹം തന്നെ നേരിട്ട് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ എൻപാനൽ ചെയ്ത ഏജൻസികളുടെ ലിസ്റ്റ് കുറച്ചും കൂടെ വ്യാപകമാക്കാനും കുറച്ചും കൂടെ വിപുലപ്പെടുത്താനും കൂടുതൽ ഏജൻസികൾ കൂടുതൽ അതിനകത്തുണ്ടായി കൂടുതൽ സർവീസ് ആളുകൾക്ക് കോമ്പൻസേഷൻ്റെ ഒക്കെ കാര്യത്തിൽ കിട്ടുന്നതിനെ സംബന്ധിച്ച് എംബാർക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ പോർട്ടുകൾ, പ്രത്യേകിച്ച് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നൊക്കെ കയറി വരുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം കയറി വരുന്നതിനേക്കാളും ഫ്ലൈറ്റിലെ ഫെയർ ഡിഫറൻസ് അദ്ദേഹം തന്നെ പറയും, കംസ് അറൌണ്ട് $700 to $800. അദ്ദേഹം തന്നെ പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 4 ആൾക്കാരുള്ള ഒരു കുടുംബമാണ് വരുന്നെങ്കിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ലാക്സ്. 4 ആളുകളുടെ ഒരു കുടുംബമാണ് വരുന്നെങ്കിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് കേരളത്തിലെ 2 നഗരങ്ങളിൽ തമ്മിലുള്ള ഫ്ലൈറ്റ് കയറി വരുമ്പോഴുള്ള ഹജ്ജിനൊക്കെ വേണ്ടി വരുമ്പോഴുള്ള വ്യത്യാസം. ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയാവുന്നതോ ഇതിനൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ, കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്ന് കരുതി ആ ഡിമാൻഡിനെ ആളുകളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ സമീപനങ്ങളിലെ പ്രയാസം അദ്ദേഹം തന്നെ പങ്കുവെക്കണ്ടായി. ഇവിടെ നൽകുന്നതിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ പുറത്തുനിന്ന് വളണ്ടിയേഴ്സിനെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പരിപാടി പൂർണ്ണമായിട്ടും നിർത്തുന്നതാക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ആലോചനയുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രയാസവും പങ്കുവെക്കേണ്ട. അങ്ങനെ പറഞ്ഞാൽ നമുക്കിടയിൽ നിന്ന് വളണ്ടിയർമാരുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ വളണ്ടിയർമാരുണ്ടാവുന്നതിന്റെ ഗുണം അദ്ദേഹം തന്നെ പറഞ്ഞു. നേരെ നിൽക്കേണ്ട ഒരു ക്യൂ ചിലപ്പം 3, 4, 5, 6 മടക്കുകളായിട്ട് നിർത്തേണ്ടി വരുന്നത് അത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സ്പേസും ഈ ഫ്ലോ തെറ്റാതെ നടക്കാം. ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കാനെങ്കിലും ഒരു വളണ്ടിയർ സാധാരണക്കാരൻ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകുന്നതിന്റെ ഗുണം അതൊരാളുടെ ജീവനോളം വിലയുള്ളതാണെന്നാണ് നിങ്ങളുടെ സേവനത്തെ പറ്റി അദ്ദേഹം തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അവരുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ഇന്ത്യൻ കൗൺസിൽ ജനറൽ എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഇവിടുത്തെ ഒഫീഷ്യൽസിന്റെ ഏറ്റവും ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് യുവർ കമ്മ്യൂണിറ്റി ഈസ് ദ മോസ്റ്റ് ലോ ഒബീഡിയന്റ് ആൻഡ് പീസ്ഫുൾ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്.
അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അംഗീകാരം ഈ സമൂഹം, ഇന്ത്യൻ സമൂഹം, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെയും മാന്യമായ ഇടപെടലിന്റെയും പേരിൽ ഒഫീഷ്യൽസിന്റെ മുമ്പിലും മറ്റ് രാജ്യത്തിന്റെ അധികാരികളുടെ മുമ്പിലും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള, ലോ ഒബീഡിയന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി നമ്മുടേതാണ്, ഇന്ത്യൻ സമൂഹമാണെന്നുള്ളത് അവരൊരു അംഗീകാരം പോലെ പറയുന്നതിൽ അഭിമാനബോധം. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളത് ഒരു നെസസിറ്റി ആണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമം വീണ്ടും നടത്തുമെന്നുള്ളതും ആ തീരുമാനത്തിൽ ഇപ്പൊ സംഘടനകൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ചിഹ്നങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ഒഫീഷ്യൽ വളണ്ടിയർ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷൻ നേടിയിട്ടാണെങ്കിലും നിസ്വാർത്ഥമായ സേവനം നടത്താൻ നമ്മുടെ വളണ്ടിയേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം വീണ്ടും അവരുടെ അധികാരികളുടെ മുമ്പിൽ കർശനമായി വെക്കും എന്നുള്ളതും എത്രത്തോളം അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടെ, പക്ഷെ അതുള്ള ശ്രമം നടത്തും എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തെ നറുക്കെട്ടിയ ആൾക്ക് അതും എനിക്കാവാൻ പറ്റി എന്നതാണ്. അത് നറുക്കെടുപ്പാണ്. ഈ ഒന്നാമത്തെ ആളില്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് വരാൻ പറ്റുമോ? ഇപ്പൊ രണ്ടാമത്തെ നറുക്കെട്ടിയത് ആർക്കറിയാം? ശശി തരൂരിനാണ് കിട്ടിയത്. അപ്പൊ ഞാനിത് അവതരിപ്പിക്കുന്ന ദിവസം പുള്ളി ആയിക്കൂടെ ഇങ്ങനെ വന്നായിരുന്നു. ആ മിസ്റ്റർ ഷാഫി എന്നൊക്കെ പറഞ്ഞ് പുറത്തൊക്കെ തട്ടി. ഞാൻ എന്തായിട്ടാണ് പറഞ്ഞു, അല്ല താങ്കൾക്ക് വല്ല വയറുവേദനയും വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നത്. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ പ്രവാസികളുടെ ഒരു ഇഷ്യോട് അവതരിപ്പിക്കാൻ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മാത്രമല്ല, കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട UDFന്റെ മുഴുവൻ എംപിമാരും അവർക്ക് ലഭ്യമായ എല്ലാ അവസരങ്ങളും ഈ പ്രശ്നം നിരന്തരമായി ഉന്നയിച്ചവരാണ്, നിരന്തരമായി ഉന്നയിക്കുന്നവരാണ്, നിരന്തരമായി ഇടപെടൽ നടത്തുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഇപ്പോ സഭയുടെ ഒരു കൺസെൻസസ്, ഇപ്പൊ എല്ലാവർക്കും ബോധ്യം വരുന്നുണ്ട് ഇതൊരു കൊള്ളയാണ് എന്നാണ്. അപ്പൊ ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. പിന്നെ ഭൂമി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവാസികൾക്ക് എളുപ്പമുണ്ടായ ഒരു വിവേചനം, ഇൻഡെക്സേഷന്റെ ആനുകൂല്യങ്ങൾ റെസിഡൻസിന് മാത്രമേ ഉള്ളൂ, സിറ്റിസൺസിനില്ല, പൗരന്മാർക്കില്ല, അവിടെ താമസിക്കുന്നവർക്കേ ഉള്ളൂ എന്ന ഭേദഗതി മൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നവമാധ്യമങ്ങളുടെ മറ്റും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതും ധനകാര്യമന്ത്രിയുടെ മുമ്പാകെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ തുടർന്നും ഇടപെടും. ഞാൻ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊക്കെ പ്രശ്നപരിഹാരത്തിന്റെ അവസാന വാക്ക് ഞങ്ങൾ ആരുമായിട്ടല്ല, പക്ഷെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടവർ കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ നിർബന്ധമായും ഉണ്ടായിരിക്കുമെന്ന് പ്രവാസി സമൂഹത്തിന് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുക. ഞാൻ ഇനി ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇനി ദീർഘമായി പ്രസംഗിച്ച എൻ്റെ അടുത്ത ട്രെയിൻ പോകും. പിന്നെ ബൈ റോഡ് ഞാൻ മദീന പോകേണ്ടി വരും. അപ്പോഴത്തേക്കും പിന്നെ കൂടുതൽ സമയം വൈകും. ഞാൻ ഈ സ്നേഹസംഗമത്തെ ഒരു സന്ദേശമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില വാർത്തകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരു ടെൻഷനും വേണ്ട. അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ള കാര്യത്തിന് നാട്ടിലെ ജനങ്ങളുടെ സമാധാനത്തിനും നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിക്കും അക്രമത്തിനും ഗുണ്ടായുസത്തിനും എതിരായിട്ടുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിനും ലഹരി ഉൾപ്പെടെയുള്ള വലിയ വിപത്തുകൾ സമൂഹത്തെ കാർന്നു നിന്നുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധവും തീർക്കാൻ കഴിയാവുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരു ഡയമെൻഷൻ ചേഞ്ച്, ഞാൻ പറയുന്നു രാഷ്ട്രീയമായ ഒരു ഭരണമാറ്റം മാത്രമല്ല, കേരളം എന്ന സംസ്ഥാനത്തെ തന്നെ മാറ്റാൻ കഴിയാവുന്ന തരത്തിലുള്ള നമ്മുടെ ഇടപെടലുകൾ UDF ജനങ്ങളുടെ മുമ്പിൽ അടുത്ത മാസങ്ങളിൽ വെക്കാൻ വേണ്ടി പോവാം. അവരെ മാറ്റി ഞങ്ങളെ വെക്കൂ എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ വന്നാൽ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വന്നാൽ കേരളത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ ജനങ്ങൾക്ക് മറുത്തു കൊടുത്തിരിക്കുകയാണെന്നപ്പോൾ ഞാനും പാലക്കാട് കൂടെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുന്ന് ഒരാൾമാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും കയറാൻ പാടില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് ബൂത്ത് തരാൻ പാടില്ല, കയറേണ്ടത് ബൂത്ത് പറയുമ്പോൾ അത്രയൊക്കെ മതി പോയിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോകും, ബാക്കി സ്ഥാനാർത്ഥികൾ എല്ലാ ബൂത്തിലും കയറുന്നുണ്ടല്ലോ, ഇവിടെ അധികം വർത്താനം വേണ്ട, നീ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ കയറിയിട്ട് പോകുക. അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വന്നു പറഞ്ഞു. അവിടെ വലിയ ബഹളമായി കച്ചറായി ആകെ പോകും, ബഹളം, അത് ഇത് പ്രശ്നം, കച്ചറ, പോലീസ്, ആകെ മൊത്തം ബഹളം. ബൂത്തിലേക്ക് സ്ഥാനാർത്ഥി കയറിയതാണ് ആകെ മൊത്തം ബഹളം. അപ്പൊ ഞാൻ പിന്നെ പുറത്തിറങ്ങി വന്നപ്പോൾ വേണോട്ടും പറക്കലൊക്കെ ഉണ്ട്. പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്ത് കഴിയാനായി പോയി, ഇനിയിപ്പോൾ നമ്മൾ വെറുതെ എന്തിനു വേണം പോയേക്കാന്ന് വിചാരിച്ചു. പുറത്ത് വന്നിട്ട് പറഞ്ഞു നിന്റെ കാല് ഇവിടെയിട്ട് കൊത്തുന്നു പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പോഴത്തേക്കും പാറക്കൽ പറഞ്ഞാൽ പിന്നെ കൊത്തണം എന്നാ കാണട്ടെ. അപ്പം ഒന്ന് പറഞ്ഞു ഇത് കൂത്തുപറമ്പാണ് ഓർമ്മ വേണം. അപ്പൊ പാറക്കൽ കേൾക്കുന്നത് കൂത്തുപറമ്പ് എന്താ ഇന്ത്യയിലല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എന്നെ ഇവർ പിടിച്ചു മാറ്റുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ പിന്നെ അവരെ പിടിച്ചു മാറ്റിയിട്ട് അവരെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്.
അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നപ്പോഴാണ് അറിഞ്ഞത് തങ്ങൾ അവിടെ 400-500 വോട്ട് മറ്റൊരു ലീഡ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഈ കാല് കൊത്തെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മളിനിപ്പോൾ എത്ര മെനക്കെട്ടാലും അവിടെയാണെന്നൊക്കെ പറഞ്ഞ് എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോകും. ചില ഏരിയ അങ്ങനെ ഉണ്ടല്ലോ. അവസാനം വോട്ട് എണ്ണിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ കാല് കൊത്തെന്ന് പറഞ്ഞാൽ വല്ല നമുക്കാണ് വോട്ട് ചെയ്യുന്നത്. 500 വോട്ട് ലീഡ് ചെയ്യുന്നിടത്ത് ഒരു വോട്ടാണ് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നോക്കാൻ UDF-കാർ മാത്രമല്ല, ഈ ഭരണത്തോടുള്ള വെറുപ്പും മടുപ്പും CPM-കാരിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ പ്രകടമാണ്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായ ബദലുകളെ മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രാജ്യത്തെ മുതലാളിയുടെ കാര്യമാണെങ്കിൽ ഞാൻ ഒറ്റ ഭാഗത്തിന് കാര്യങ്ങൾ പറയുകയാണ്. 56 ഇഞ്ച് കൊണ്ടൊന്നും കാര്യങ്ങൾ നടപടിയാവില്ല എന്നുള്ളത് കൃത്യമായി നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇന്ത്യ രാജ്യത്തിന്റെ ഡിഗ്നിറ്റി, ഇന്ത്യ രാജ്യത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അതിന്റെ ആത്മാഭിമാനത്തെ കണ്ടിന്യൂസ് ആയി ചോദ്യം ചെയ്യുന്ന തരത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന നടപടികളിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇത്രയൊന്നും ശക്തി നമുക്ക് അവകാശപ്പെടാനില്ലാത്തൊരു കാലത്തും ഈ 7ാം കപ്പൽ പട ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ വരണോ വരണ്ടയോ എന്നുള്ള അവരുടെ തീരുമാനം, തിരിച്ചു പോകണോ വേണ്ടേ എന്ന് ഇന്ത്യ തീരുമാനിക്കും എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്ന ഇന്ദിരാഗാന്ധി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 56 ഇഞ്ചിന്റെ നെഞ്ചളവില്ല, PR എക്സസൈസ് ഇല്ല, ബഹളങ്ങളില്ല, അഭിനയങ്ങളില്ല, നാട്യങ്ങളില്ല, ഒന്നുമില്ല. സ്വന്തം വിവേകവും രാജ്യസ്നേഹം കൊണ്ട് ഈ നാടിനെ 10 വർഷം നയിച്ച മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒരു എംബസി ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുന്ന വിവേചനത്തിൽ ഇന്ത്യ എടുത്ത സ്ട്രോങ് സ്റ്റാൻഡിന്റെ ഭാഗമായി നിരുപാധികം നടപടികൾ പിൻവലിപ്പിക്കാൻ അമേരിക്കയെ കൊണ്ട് കഴിഞ്ഞിരുന്ന നമ്മുടെ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ അഹമ്മദ് സാഹിബിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടിക്കാൻ ഭരണാധികാരികൾ അതിന് പകരം വന്ന് തള്ളിമറിച്ച ആൾക്കാരുണ്ടായിട്ട് അവസാനം ഇപ്പൊ കിട്ടുന്നത് കയ്യിൽ ചങ്ങലയും കാലിലും ചങ്ങലയിട്ടിട്ട് മണിക്കൂർ 40 എണ്ണം അട്ടിക്കിട്ടതുപോലെ ആളുകളെ കൊണ്ടുവരുന്ന അവസ്ഥയിൽ രാജ്യത്തിന്റെ ഡിഗ്നിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറണം. വിഭാഗീയതയും ജനങ്ങൾക്കിടയിലുള്ള ഭിന്നതയും അതിന്റെ സൃഷ്ടിപ്പ് മാത്രമാക്കിയിട്ടൊരു ഭരണകൂടം മാറും. ഞാൻ ഒരു കാര്യം പറയാം, പാർലമെന്റ് അല്ല 19 മുതൽ 24 പാർലമെന്റിന്റെ സ്ഥാനത്ത് 24 ശേഷമുള്ള പാർലമെന്റിലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നൽകിയ പിന്തുണയുടെ പേരിലുള്ള എണ്ണം ഒരു ജനാധിപത്യ ചേരി ശക്തിപ്പെട്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സാധാരണ ജനങ്ങളെ പാടമറന്ന 2 ഭരണകൂടങ്ങളെയും അവരെ തിരുത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ തിരുത്തൽ ശക്തിയും ശബ്ദവുമായി നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളെ ഈ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഇടയിൽ നിങ്ങൾ രാഷ്ട്രീയ കേരളത്തിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അർപ്പിക്കുന്ന ശ്രദ്ധയും നിങ്ങളെടുക്കുന്ന താല്പര്യവും സേവന മേഖലയും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളെടുക്കുന്ന കഠിനാധ്വാനവും നാട്ടിൽ പാഴായി പോകാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങളുടെ സാക്ഷി നിർത്തി തന്നെ പറയുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി കൊണ്ട് UDF-ന്റെ മനോഹരമായ സ്നേഹസംഗമത്തിന്, പേര് പോലെ തന്നെ മനോഹരമായ സ്നേഹസംഗമത്തിന് ഹൃദയാഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. വന്നതിന്, കേട്ടതിന്, ക്ഷമിച്ചതിന്, എല്ലാത്തിനും എഫേർട്ട് എടുത്തതിന്, കൂടെ നിന്നതിന്. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെ വടകരയിലെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തരായിട്ട് പറയണ്ട. എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ്. ഓരോ രാവും പകലും ഞാൻ അനുഭവിച്ച സ്നേഹമാണ്. വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല, പ്രവൃത്തി കൊണ്ട് കാണിക്കാൻ ശ്രമിക്കാൻ അത് എത്താത്ത അത്രത്തോളം നിങ്ങൾ എന്നാലും പരമാവധി പ്രവൃത്തി കൊണ്ട് നന്ദി കാണിക്കും. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായമായ ഏത് കാര്യങ്ങളും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ആ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ പട്ടികയിൽ ഒരു ശബ്ദം എന്റേതായിരിക്കുമെന്നുള്ളത് ഈ സംഗമത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരുടെ സ്നേഹഭാവങ്ങളും നേർന്നുകൊണ്ട് തങ്ങളോട് ഞാൻ കഴിഞ്ഞ പരിപാടിക്ക് പോയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മേലാൽ എന്നെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് വരരുത്. ഇനി അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് എനിക്ക് കൂടി എടുത്തു തരണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. ഇതിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു നിറഞ്ഞ കൈയടിയോടെ എല്ലാവരും എല്ലാ എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, KMCC-യുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാത്രം, OICC-യുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഈ വേദിക്ക് ഫ്രണ്ടിലേക്ക്. മക്കയുടെ സ്നേഹോപഹാരം ഷാഫിക്ക പറഞ്ഞതുപോലെ 1 മണിക്കൂർ നേരത്തെ വന്നത് അത് ഞങ്ങളുടെ മനസ്സിന്റെ സ്നേഹമാണ് എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരു അമൂല്യമായ നിമിഷം
തീർച്ചയായും മക്കയിലെ മലയാളികളെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സമ്മാനിച്ച ഈ പ്രിയപ്പെട്ട KMCCയുടെ ട്രഷറർ, അതുപോലെ തന്നെ തങ്ങൾക്കുള്ള മൊമെന്റോ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ മുജീബ് പൂങ്കോട്ടൂർ. OICCയുടെ മൊമെന്റോ കൊടുക്കുകയാണ്. 3 പേരും ഉറപ്പിന്